ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം CPM-ന്റെ കണക്കെടുപ്പിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പുറമേക്ക് അവകാശപ്പെടുന്നത് പോലെയല്ല, ഉള്ളിൽ മറ്റു ചില കണക്കുകൾ കൂടിയുണ്ട്. ആ കണക്കിൻ്റെ വിശദാംശം കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകളിൽ ചിലത് നഷ്ടപ്പെട്ടേക്കാം എന്ന് തന്നെ CPM കരുതുന്നുണ്ട്. അത് ചെറിയ അളവിലൊന്നുമല്ല, വലിയൊരു അളവിൽ. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതായത് നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം 98 സീറ്റുകളാണ്. നിലവിൽ 98 സീറ്റുകളാണ് ഇടതുമുന്നണിക്ക് സംസ്ഥാനത്തുള്ളത്. ഈ സീറ്റുകളിൽ, അതായത് നിലമ്പൂർ ബൈ ഇലക്ഷന് ശേഷമുള്ള സാഹചര്യമാണ്, ഈ 98 സീറ്റുകളിൽ ഏകദേശം 30 മുതൽ 35 സീറ്റുകൾ വരെ നഷ്ടപ്പെട്ടേക്കാം എന്ന് CPM കണക്ക് കൂട്ടുന്നുണ്ട്. അതായത് 30 മുതൽ 35 സീറ്റുകൾ വരെ നഷ്ടപ്പെട്ടേക്കാം. പരമാവധി നഷ്ടം 35 എന്ന് കണക്ക് കൂട്ടിയാൽ അങ്ങനെയെങ്കിൽ സീറ്റുകളുടെ എണ്ണം 63 സീറ്റുകളുടെ എണ്ണം കുറയും എന്ന സാഹചര്യമുണ്ട്. അതായത് ഈ ഒരു നഷ്ടം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള പൊതു സാഹചര്യത്തിൽ സംഭവിച്ചേക്കാം എന്നൊരു കണക്കെടുപ്പ് CPM നടത്തുന്നുണ്ട്. അതായത് നിലവിൽ 98 സീറ്റുകളുണ്ട്. അതിൽ 30 മുതൽ 35 സീറ്റുകൾ വരെ നഷ്ടപ്പെട്ടേക്കാം. ഫലത്തിൽ 98-ൽ നിന്നും ഈ 35 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 63. ഈ സംഖ്യ ഇത് ഒരു നമ്പറിലേക്ക് പോകാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്. പക്ഷേ അതൊരു ടോട്ടൽ ഫിഗർ അല്ല, മറിച്ച് UDF-ന്റെ കഴിഞ്ഞ തവണത്തെ ചില സീറ്റുകളിൽ പിടിച്ചെടുക്കാമെന്ന് കരുതുന്നുണ്ട്. ആ കരുതുന്ന കണക്കുകൾ, അതായത് UDF-ന്റെ കൈവശമുള്ള സീറ്റുകളിൽ 7 മുതൽ 15 സീറ്റുകൾ വരെ LDF-ലേക്ക് മാറിയേക്കാം എന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണി ക്യാമ്പിനുള്ളത്. അതായത് നിലവിൽ 7 മുതൽ 15 സീറ്റുകൾ വരെ UDF-ൽ നിന്നും ഇടതുപക്ഷത്തേക്ക് തിരികെ വന്നേക്കാം എന്നൊരു കണക്ക് CPM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ നേട്ടം ഏറ്റവും കുറവ് 63-ൽ പ്ലസ് ഒപ്പം ഏറ്റവും കുറവായ ഈ 7 എന്ന അക്കം കൂട്ടുമ്പോൾ തന്നെ അത് 70 എന്ന അക്കത്തിലേക്ക് പോകും. അതായത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ള ഒരു സീറ്റ് കുറവ് 70 എന്ന ഒരു കോൺഫിഡൻറ്റ്, ഏറ്റവും സുരക്ഷിതമായ ഒരു ഫിഗറിലേക്ക് വരാമെന്നതാണ്. CPM-ന്റെ കണക്കെടുപ്പ് ഇങ്ങനെയാണ്. ഇത് പരമാവധി നഷ്ടം കൂട്ടിയുള്ള ഒരു കണക്കെടുപ്പാണ്. അതായത് നഷ്ടപ്പെടാൻ സംസ്ഥാനത്ത് ഏത് സാഹചര്യം ഉണ്ടായാലും അതിൽ നിന്ന് പരമാവധി ഉണ്ടാവാൻ പോകുന്ന നഷ്ടം എന്ന കണക്കാണ് CPM ഈ ഫിഗറിലേക്ക് വരുന്നതിൻ്റെ കാരണം. അതായത് ഭരണവിരുദ്ധ വികാരം പുറമേക്ക് അവകാശപ്പെടുന്നില്ലെങ്കിലും അതൊരു പക്ഷേ പ്രതിഫലിച്ചിരിക്കാം. ആ പ്രതിഫലനം നഷ്ടമുണ്ടാക്കാം വലിയ രീതിയിൽ. പക്ഷേ MLA-മാർ വരുമ്പോൾ അത് മേക്ക് ഓവർ ചെയ്യും എന്ന് CPM കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ അത്തരമൊരു നഷ്ടമുണ്ടായാൽ പോലും സിറ്റിംഗ് സീറ്റുകളിൽ 30 മുതൽ 35 സീറ്റുകൾ വരെ നഷ്ടപ്പെടാം. ആ 35 സീറ്റ് എന്ന പരമാവധി നഷ്ടം നോക്കുമ്പോൾ 63 മൊത്തം സംഖ്യ കുറയാം. അതേസമയം UDF-ന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 7 മുതൽ 15 സീറ്റ് വരെ ലഭിച്ചേക്കാം. ഏറ്റവും കുറവെന്ന കണക്കിൽ 7 എന്ന നമ്പർ പോലും കിട്ടിയാൽ അത് 70 മാറിയേക്കാം എന്നതാണ് CPM-ന്റെ ആഭ്യന്തരമായ കണക്കെടുപ്പ്. പുറമേക്ക് സമ്മതിക്കില്ലായിരിക്കും ഒരുപക്ഷെ, പക്ഷേ നമുക്ക് CPM കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ തരത്തിലുള്ളൊരു കോൺഫിഡൻ്റ് ആയ ഒരു റിപ്പോർട്ടും കണക്കെടുപ്പിലേക്കും അവർ പോയി എന്നതാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും അവിടെ 98 എന്നൊരു ഫിഗറിൽ നിന്നുള്ള നഷ്ടമാണ് ഇടതുമുന്നണിക്ക് പൊതുവിൽ നേരിടേണ്ടി വരിക. ആ ഫിഗറിലെ നഷ്ടം സ്വാഭാവികമായും കുറഞ്ഞ ഭൂരിപക്ഷത്തിലെങ്കിലും ഭരണ തുടർച്ച 3ാം വട്ടവും വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നൊരു പ്രതീക്ഷ CPM പങ്കുവയ്ക്കുന്നു എന്നതാണ് സാഹചര്യം. പല ഫാക്ടറുകളുണ്ടാവാം. 2021-ലെ പിണറായി അത്ര കണ്ട് വലിയ ഇമേജൊന്നും ആയിരുന്നില്ല ഇത്തവണ. ഒപ്പം പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പിന്നോട്ട് പോക്കാണ് ഉണ്ടായത്. ഇതെല്ലാം നഷ്ടമായി മാറും. മാത്രമല്ല 10 വർഷം ഭരിച്ച സർക്കാരിന് സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരമുണ്ടാവും. അതിൻ്റെ പ്രതിഫലനം വന്നേക്കാം. ഇവിടെയെല്ലാം MLA-മാരുടെ മികച്ച പ്രകടനം ഉണ്ടാവാം. ഇനി അതെല്ലാം നഷ്ടമുണ്ടായാൽ പോലും അത് ഈ ഫിഗറിലേക്ക് എത്തിയേക്കാം എന്നൊരു കണക്കെടുപ്പിൽ CPM എത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ അല്പം യാഥാർത്ഥ്യത്തോട് ചേർന്ന് പോകുന്ന കണക്കുകളാണോ CPM കണക്കുകൂട്ടുന്നത് എന്നുകൂടിയാണ് മനസ്സിലാവേണ്ട കാര്യം. പക്ഷേ ഇതിനെയൊക്കെ മാറ്റിമറിക്കുന്ന ഒരു തരംഗം സംസ്ഥാനത്ത് പ്രകടമായിട്ടുണ്ടെങ്കിൽ CPM-ന്റെ ഈ കണക്ക് അപ്പാടെ പൊളിഞ്ഞു പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ സംഭവിക്കുക എന്നതാണ് കാര്യം. എന്തായാലും കേരളമാണിത്. SIR-ന് ശേഷമുള്ള വോട്ടർ പട്ടികയാണ്, പുതിയ സാഹചര്യങ്ങളാണ്. BJP ഒരു കീ ഫാക്ടറായി മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് BJP പിടിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തേക്കാൾ ഉപരി പല മണ്ഡലങ്ങളിലും BJP പിടിക്കാൻ പോകുന്ന വോട്ടുകളുടെ എണ്ണമാണ് ജയപരാജയങ്ങൾ മറ്റു മുന്നണികളുടെ നിശ്ചയിക്കുക. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ ചില കണക്കെട്ടുകളും നിരീക്ഷണങ്ങളിലേക്കുമാണ് സംസ്ഥാന രാഷ്ട്രീയം പോകുന്നത്. ആർക്കും പിടികൊടുക്കാത്ത ഒരു സാഹചര്യം തന്നെ സംസ്ഥാനത്തുണ്ട് എന്നതാണ് വസ്തുത. അപ്പോൾ സർവേകൾക്കും അപ്പുറമുള്ള പൊതു സാധ്യത എന്തെന്ന് കൂടിയുണ്ട്. ഒപ്പം നമുക്ക് SIR സംസ്ഥാനത്തുണ്ടാക്കിയ മാറ്റം കൂടി വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പായി നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.